അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരത്തെ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്ന അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഷിംജിതയ്ക്കെതിരെ ജനരോക്ഷം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. കേസിൽ ഷിംജിത നൽകിയ ജാമ്യാപേക്ഷ കുന്നമംഗലം കോടതി നാളെ പരിഗണിക്കും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങേണ്ട എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ഒരു പ്രധാന കാരണം ഈ ഷിംജിത മുസ്തഫയ്ക്കെതിരെ വലിയ ജനരോഷം ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം ശക്തമായ പ്രതിഷേധം അവർക്കെതിരെ ഉയരുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. മാത്രമല്ല, ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്ത അന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വലിയൊരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ ഷിംജിതയ്ക്കെതിരെ ജനരോഷമുണ്ടാകുമെന്നും ഒപ്പം തന്നെ ഒരുപക്ഷെ ജനങ്ങൾ കയ്യേറ്റം ചെയ്തേക്കാം എന്നൊരു ഭയം കണക്കിലെടുത്തുകൊണ്ടാണ്, അവരുടെ സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്തുകൊണ്ടാണ് നേരിട്ട് അവരെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം. അവരുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയാക്കി പിന്നീട് കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയായിരുന്നു. വഴിയിൽ വെച്ചാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്റ്റേഷനിൽ എത്തിച്ചിരുന്നില്ല. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത് ഇവർക്കെതിരെ ഉണ്ടാകുന്ന ജനരോഷം അല്ലെങ്കിൽ ജനങ്ങൾ കയ്യേറ്റം ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ സുരക്ഷാ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് പോലീസ് ശ്രമിച്ചത്. ഇതേ സാഹചര്യം തന്നെ ഒരുപക്ഷെ ഷിംജിത മുസ്തഫയെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാമെന്നുള്ളതാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതിനിടെ ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നാളെ ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അത് ഷിംജിതയ്ക്ക് അനുകൂലമായി വിധി വരികയാണെങ്കിൽ ഒരുപക്ഷെ പോലീസിന് ഇനി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഈ ജാമ്യത്തെ സ്വാഭാവികമായും പ്രോസിക്യൂഷനും പോലീസും എതിർക്കുമെന്നുള്ളതാണ് അറിയുന്നത്. മാത്രമല്ല, ഷിംജിതയ്ക്കെതിരെ ഈ ദീപകിന്റെ ബന്ധുക്കൾ ഹണി ട്രാപ്പിനുൾപ്പെടെ നേരത്തെ ഇവർ ഹണി ട്രാപ്പിന് സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി വസ്തുതാപരമാണോ എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. കാരണം ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ സ്വാഭാവികമായി ഒരു വ്യക്തി നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ഒരു ആരോപണം മാത്രമാണോ, അല്ല അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഷിംജിതയുടെയും ദീപകിന്റെയും ഫോൺ പരിശോധിച്ച് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കിയതിന് ശേഷം മാത്രമാണ് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പറയാൻ പറ്റുക. അല്ലെങ്കിൽ അത് കേവലം ഒരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം മാത്രമായി ആ പരാതി നിലനിൽക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും പോലീസ് ഷിംജിതയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. പിന്നീടായിരിക്കും ഇവരെ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങുക. എന്തായാലും ഈ ഷിംജിതയുടെ ജാമ്യാപേക്ഷയെ പോലീസ് ശക്തമായി തന്നെ എതിർക്കും. നാളെ ജാമ്യാപേക്ഷ കോഴിക്കോട് കുന്നമംഗലം കോടതി പരിഗണിക്കുകയും ചെയ്യും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.